First, I'll start with Shyam Prasad, and I would, as a cartoon lover and practitioner, I would really like to thank you first for having made such a documentary on one of my favorite cartoonists and one of the best cartoonists that we have had in India. ഫസ്റ്റ് കാരണം കാർട്ടൂൺ ഈവൻ നമ്മുടെ പൊതു സമൂഹത്തിലെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന സോഷ്യോ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രതികരണ ഇതിൻ്റെ ഭാഗമാണെങ്കിലും കാർട്ടൂണിസ്റ്റും കാർട്ടൂണും പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമാണെന്ന് അറ്റ്ലീസ്റ്റ് കാർട്ടൂണിസ്റ്റുകളെങ്കിലും കരുതുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇഫ് journalism is the first rough draft of history എന്ന് പറയുമ്പോൾ where is cartooning, is it the roughest draft of the history? So അതുകൊണ്ട് പലപ്പോഴും ഈവൻ നമ്മുടെ പ്രശസ്തരായ അല്ലെങ്കിൽ വളരെ ഉന്നതരായ കാർട്ടൂണിസ്റ്റുകൾ ഇപ്പോൾ വിജയനെ പോലും സംസാരിക്കുമ്പോൾ മലയാളി എപ്പോഴും സംസാരിക്കുന്നത് വിജയൻ മഹാനായൊരു എഴുത്തുകാരനായിരുന്നു, പിന്നെ ഒരു ആഫ്റ്റർ തോട്ടോ അല്ലെങ്കിൽ ഒരു ഫുട് നോട്ട് പോലെ ഒരു കാർട്ടൂണിസ്റ്റും കൂടി ആയിരുന്നു എന്നുള്ള രീതിയിലാണ് പലപ്പോഴും സംസാരിക്കുന്നത്. ഐ തിങ്ക് ഒരു പക്ഷേ ഐ എം നോട്ട് കമ്പയറിങ്, ബട്ട് വിജയൻ വാസ് എ ഗ്രേറ്റ് കാർട്ടൂണിസ്റ്റ്. ഇന്ത്യൻ കാർട്ടൂണിങ്ങിൻ്റെ എല്ലാ തലങ്ങളെയും മാറ്റിമറിച്ച ഒരു കാർട്ടൂണിസ്റ്റ് നിലയ്ക്ക് നമ്മളിപ്പോഴും അദ്ദേഹത്തെ പ്രധാനമായും ഒരു എഴുത്തുകാരനായിട്ടാണ് കാണുന്നത്. സോ ഈ ഒരു ഇത്തരം ഒരു പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു ഇത് ഉണ്ടോ എന്ന് കാർട്ടൂണിന് പുറത്തുള്ള ഒരാളോട് ചോദിക്കാമെന്ന് വിശ്വസിച്ചുകൊണ്ട് തുടങ്ങും. ആക്ച്വലി ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു തുടക്കം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിൽ നിന്ന് ഒരു പക്ഷേ നമുക്ക് അതിലേക്ക് എത്താം. കേരള മീഡിയ അക്കാഡമി സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണത്. കേരള മീഡിയ അക്കാഡമിയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, ലിവിങ് ലെജൻസ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററീസ് ഉണ്ടാക്കാൻ, അവരുടെ ലൈഫും വർക്ക്സും ഒക്കെ ഡോക്യുമെൻ്റ് ചെയ്യാനുള്ളൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ എന്നോട് ഒരു ചിത്രം ചെയ്യാമോ എന്ന് ചോദിച്ചു. ദെൻ ശ്രീമാൻ ഉണ്ണിയുടെ വർക്കിനോടുള്ള എൻ്റെ ഒരു സ്നേഹത്തിൻ്റെ തുടക്കം പാലക്കാട് നിന്നാണ്. ഞങ്ങളൊരു നാട്ടുകാരാണ്, ഒരേ കോളേജിൽ പഠിച്ച ആളാണ്. എൻ്റെ ചേട്ടൻ്റെ ഒരു വർഷം സീനിയറായിരുന്നു. അന്ന് മുതൽ തന്നെ പാലക്കാട്ടിലുള്ള ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ണിയോടൊരു ആരാധന ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വർക്ക് ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പ്രോജക്റ്റിലൊരു അവസരം വന്നപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് ഇദ്ദേഹത്തെക്കുറിച്ചൊരു വർക്ക് ചെയ്താൽ, ഒരു സിനിമ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നാണ്. പക്ഷേ എനിക്കത് മീഡിയ അക്കാഡമിയുടെ അവരുടെ ഒരു മാൻഡേറ്റിനകത്തേക്ക് കൊണ്ടുവരാൻ ആക്ച്വലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. അവരെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടി. നേരത്തെ ഗൂഗിൾ പറഞ്ഞിട്ടുള്ള അതേ ഇഷ്യൂ ആണത്. ഒരു ജേർണലിസം എന്നുള്ളൊരു സ്ലോട്ടിലേക്ക് ഇത് വരുമോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സംഹൗ ഐ വാസ് ഏബിൾ ടു കൺവിൻസ് ദം. സോ അവിടെ നിന്നാണിത് തുടങ്ങുന്നത്. സോ തീർച്ചയായും ഉണ്ണിയും ഈ പറഞ്ഞ പോലെ എഴുത്തുകാരനും ചിത്രകാരനും എല്ലാമാണ്. പക്ഷേ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു കാർട്ടൂണിസ്റ്റ് രീതിയിലോ ഡെയിലി ഒരു വർക്ക് പോലെ ചെയ്യുന്നത് ഉണ്ടോ എന്നറിയില്ല. അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് സ്റ്റേച്ചർ ഒരു പക്ഷേ വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ള താങ്കളുടെ ഒബ്സർവേഷനോട് ഞാൻ യോജിക്കുകയാണ്. സോ ദാറ്റ് വാസ് ഹൗ ഇറ്റ് വാസ്. I'm very curious about this title. Unny spoke about black encircling the white. Cartoon, as Madhavan sir also rightly said in the documentary, it is a protest art. Basically കല്ലെടുത്തെറിയുന്ന ഒരു സ്വഭാവമാണ് കാർട്ടൂണിൻ്റെ. ഒരു നല്ല ഭംഗിയുണ്ടെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനലുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു കല്ലെടുത്തെറിയുക എന്നുള്ളതാണ് ഒരു കാർട്ടൂണിസ്റ്റിൻ്റെ പ്രാഥമികമായ ഒരു ദൗത്യം. അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ആർട്ടിൻ്റെ ഇസ് എ വെരി കൗണ്ടർ നറേറ്റീവ് ടൈറ്റിൽ, ബ്ലാക്ക് എൻസർക്ലിംഗ് ദ വൈറ്റ് എന്ന് പറയുന്നത്. വെൽ ആക്ച്വലി ആ ഇൻ്റർവ്യൂവിൽ ഉണ്ണി പറഞ്ഞിട്ടുള്ള ആ പോർഷൻ ഇറ്റ് വാസ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് അവർ സെഷൻസ് ഓഫ് ഇൻ്റർവ്യൂ, സീരീസ് ഓഫ് ഡേയ്സ് ഓഫ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അപ്പോൾ എനിക്കൊന്ന് ഒരു സമ്മറി പോലെയാണ് അതിൽ വന്നത്. അതിനകത്ത് ആസ് എൻ ആർട്ടിസ്റ്റ് എങ്ങനെയാണ് ആ ഫോമിനെ അദ്ദേഹം കാണുന്നത്, എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു വളരെ ജസ്റ്റ് പോലെ എനിക്ക് തോന്നി. സോ ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് ഈസ് ക്വൈറ്റ് അബ്സ്ട്രാക്ട്. In many ways you can interpret that graphically as well as thematically, socially, politically, ellam adu cheyavuna. So I thought it's kind of broad and it's from his own words.
അല്ലാതെ ഏതാണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. ആ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന ഒരു ചിന്തയാണത്. അതിനൊരു അങ്ങനെ ഒരു പ്രത്യേക ഒരു പദ്ധതിയൊന്നും വെച്ചിട്ടല്ല നമ്മൾ വരയ്ക്കുന്നത്. പക്ഷെ നമ്മൾ ഫ്രീ ആയിട്ട് വരയ്ക്കുന്ന എപ്പോഴും സ്കെച്ച് ചെയ്യുമ്പോഴാണ്, കാർട്ടൂൺ ചെയ്യുമ്പോഴല്ല. കാർട്ടൂൺ ചെയ്യുമ്പോൾ ഐഡിയേറ്റ് ചെയ്യാനുള്ള സ്ട്രെസ്സുണ്ട്. ഇപ്പോൾ റോട്ടിലിറങ്ങി കൊച്ചി ഞാൻ വരയ്ക്കുമ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല, കണ്ടത് വരച്ചാൽ മതി. അപ്പോൾ മൈൻഡ് ഇസ് നോട്ട് അറ്റ് വർക്ക്, കണ്ണും കയ്യും മാത്രമേ ഉള്ളൂ. അങ്ങനെ വരയ്ക്കുമ്പോഴാണ് ഈ വരയുടെ പുതിയ പുതിയ സാധനങ്ങൾ നമ്മൾ കണ്ടെടുത്തുക. അതിപ്പോൾ സ്കെച്ച് ചെയ്യുന്നതാണ് എൻ്റെ R&D ഫോർ മൈ കാർട്ടൂണിങ്. കാർട്ടൂൺ വരച്ചുകൊണ്ടേ ഇരുന്ന യാന്ത്രികമായിട്ട് നമ്മളിതേ ഒരേ സാധനം ആവർത്തിച്ച് അതിനൊരു ജടിലത വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ യു മസ്റ്റ് ഹാവ് എ സ്ട്രോങ് സ്റ്റൈൽ ലൈക്ക് വിജയൻ ഓർ അബുവും ഇത് റിഫൈൻ ചെയ്യാറുണ്ട് പുറത്തിറങ്ങി വരച്ചിട്ട്. പുറത്തിറങ്ങി വരയ്ക്കുന്ന കാർട്ടൂണിസ്റ്റുകളുണ്ട്, വരയ്ക്കാത്തവരുണ്ട്. എന്നോട് വരയ്ക്കാൻ പറഞ്ഞത് പുറത്തിറങ്ങി വരയ്ക്കാത്ത വിജയനാണ് പുറത്തിറങ്ങി വരയ്ക്കാൻ പറഞ്ഞത്. അതിന് ചില ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഗുണം ഇതാണ്, അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് നമ്മുടെ ലൈൻസ് എങ്ങനെയൊക്കെയോ മാറും. പിന്നെ പുതുതായിട്ട് കാണുന്ന രൂപങ്ങളെ നമ്മൾ ലൂസായിട്ടുള്ള വര കൊണ്ട് ക്യാപ്ചർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കാരിക്കേച്ചർ കുറച്ചുകൂടി ബ്രോഡ് ബേസ്ഡ് ആകും. അത് ഇന്ത്യയിൽ ആവശ്യമാണ്. കാരണം നമ്മളൊരു സബ് കോണ്ടിനെൻ്റൽ സ്കെയിലിലുള്ള എത്നിക് ഫേസസ് ആണ് ഇന്ത്യയിൽ ഹാൻഡിൽ ചെയ്യണത്. ഒരു അമേരിക്കൻ കാർട്ടൂണിസ്റ്റ്, ഒരു മേജർ കാർട്ടൂണിസ്റ്റ് 5 മുഖം വെച്ച് 4 കൊല്ലം ഓടും ഒരു പ്രസിഡൻസിയിൽ. ഒരു പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് വരില്ല, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, പിന്നെ അപ്പുറത്തെ റഷ്യയിലോ ചൈനയിലോ ഉള്ള നേതാവ്. നമുക്കങ്ങനെ പറ്റില്ല. നമുക്ക് പരസ്പരം ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഒരു ഫെഡറേറ്റഡ് പോളിറ്റിയാണ്. ആരും വാർത്തയിൽ നിറഞ്ഞു നിൽക്കാം. ആൻ്റണിയുടെ മകൻ വരെ, അനിൽ ആൻ്റണി തൊട്ട് മോദി വരെ കയറി വരാം. അപ്പം ഇത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഈ സബ് കോണ്ടിനെൻ്റൽ റേഞ്ച്, എത്നിക് റേഞ്ച് വരയിൽ കിട്ടണം. അത് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മുഖച്ഛായ പിടിക്കാനെങ്കിലും പഠിക്കണം. ദാറ്റ്സ് വൺ വേ ഓഫ് കാർട്ടൂണിങ്. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ അത് ചെയ്യാൻ എന്നെ അതിൻ്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ഈ അമൂർത്തമായ ആശയം അബദ്ധത്തിൽ അവതരിപ്പിച്ചത്. പിന്നെ ഞാൻ ഗോകുലിനോട് പറയുന്നത്, എനിക്കൊരു ചെറിയൊരു അമെൻമെൻ്റ് ഉണ്ട്. കല്ലെടുത്ത് എറിയുക എന്ന് പറഞ്ഞ് ചാക്കേർ എറിയുന്ന പോലുള്ള ഏറാണ്. കല്ലില്ല, കല്ലുണ്ടെന്ന് തോന്നിപ്പിക്കണം, പട്ടി ഓടണം. കാർട്ടൂൺ ഇറ്റ്സെൽഫ് ഇസ് എ വെരി ഒരു ലിമിനൽ ആയിട്ടുള്ള ഒരു ആർട്ടിഫാക്റ്റ് ആണ് സത്യം പറഞ്ഞാൽ കാർട്ടൂൺ. എസ്പെഷ്യലി political everyday cartoon, because it's a response to your everyday news, which often overtakes you by the end of the day. Once you've drawn the cartoon and then you're sending it, and then something else happens, and whatever you've drawn is already overtaken by the news cycle. When this is such a liminal object, because the next day something else it comes in. So where do you find this balance between liminality and then there is a continuity of a cartoon, because it appears on the front page, it appears in a certain place, it appears in a certain way, and then there is a tagline which or a name of a column, so position everything, and then there's a conversation. So how do you balance this liminality and continuity, because quite in an everyday cartoon? എങ്ങനെ നീന്തുന്നു ചോദിച്ചാൽ, ഒരു നീന്തുന്ന ഒരാൾക്ക് മറുപടി പറയാൻ പറ്റത്തതുപോലെ ഇതിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ എൻ്റെ എഡിറ്ററുണ്ട്, ഉണ്ണിയോടോ അല്ലെങ്കിൽ ദാസാറിനെ പോലെയുള്ള സീനിയർ എഡിറ്റേഴ്സൊക്കെ നമ്മുടെ കാർട്ടൂൺ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവരോട് ചോദിച്ചാലായിരിക്കും വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടുക. കാരണം വരയ്ക്കുമ്പോൾ അപ്പോൾ ടോപ്പ് ഓഫ് ദ ന്യൂസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ വരയ്ക്കുകയും, ഇപ്പോൾ വൈകുന്നേരമോ സന്ധ്യയൊക്കെ ആകുമ്പോൾ വാർത്ത മാറിയാൽ ഒന്നില്ലെങ്കിൽ ഞാൻ തന്നെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ എൻ്റെ ന്യൂസ് റൂം വളരെ സെൻസിറ്റീവ് ടു കാർട്ടൂൺസാണ്. ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ന്യൂസ് റൂം അതൊരു അമൂല്യമായ ന്യൂസ് റൂമാണ്. ഞാനൊരു ന്യൂസ് റൂം ക്രീച്ചറാണ്. എനിക്ക് ന്യൂസ് റൂം വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആ ന്യൂസ് റൂമിൽ ആരെങ്കിലും നമ്മളെ അലേർട്ട് ചെയ്യും. അവർ പെട്ടെന്ന് പേജ് എഡിറ്റർക്ക് മനസ്സിലാവും ഇത് ഡേറ്റഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഐ മൈറ്റ് ലൈക്ക് ടു ചേഞ്ച് ഇറ്റ്. ഇപ്പോൾ ഒരു നമ്മൾ വരച്ച ഇൻസിഡൻറ്റിനോട് റിയാക്ഷൻ വന്നാൽ എംഫസിസ് മാറില്ല. അപ്പോൾ പോലും നമ്മുടെ കാർട്ടൂൺ മാറാം. ആ പോസിബിലിറ്റി ഉപയോഗിക്കേണ്ട ടെക്നോളജി ഇപ്പോൾ ഉണ്ട്. ഇല്ലാത്ത കാലത്ത് നമ്മൾ വരച്ച് ഡ്രൈവ് ചെയ്ത് കൊണ്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട. നമുക്ക് ബിറ്റ്വീൻ ലേറ്റ് സിറ്റി മറ്റേ എഡീഷനും ഒക്കെ മാറ്റാം. ബിറ്റ്വീൻ എഡീഷൻസ് യു കൻ അപ്ഡേറ്റ് കാർട്ടൂൺ. അതിനുള്ള ടെക്നോളജി ഇന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോംബെയിലൊക്കെ ഉള്ള മഞ്ജുളൊക്കെ കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ വരയ്ക്കാറുണ്ടെന്ന് പറഞ്ഞാൽ പാഡിൽ. കുറേ സമയം കമ്മ്യൂട്ട് ചെയ്തല്ലേ ഇപ്പോൾ എല്ലാവരും ജീവിക്കുന്നത്. നമ്മൾ 1-2 മണിക്കൂർ ട്രെയിനിൽ ചിലവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വല്ല വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ചുമ്മാ പാഡിൽ വരച്ച് അയക്കാൻ പറ്റും. Before coming to changing technology and its effects on cartoons, I would really like to congratulate the Indian Express front page, those who are behind the front page, because it's a very special front page. Karanam, cartoon is used as a
രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളുണ്ടെന്ന് വിചാരിക്കും. ഇറ്റ്സ് ഓഫൺ എ കമൻറ്റ് ദാറ്റ് ഇറ്റ് ഇസ് എ ഫ്ലോട്ടിംഗ് പാനൽ ബേസിക്കലി. നോർമലി ഫോർ എ കണ്ടിന്യൂറ്റി cartoon is positioned somewhere in the newspaper regularly at some given space, that your eyes goes to that space every morning and it's part of your reading experience. But the Indian Express front page is very special in the sense it is often used as a hook between two കഴിഞ്ഞ ദിവസം തന്നെ and I think I called you up and spoke about it. It's a beautiful front page where രാഹുൽ ഗാന്ധിയുടെ ഇത് വരുന്ന സമയത്ത് തന്നെ there was നമ്മുടെ ബിൽക്കിസ് ബാനുവിൻ്റെ ലോങ് സ്ട്രഗിളിനെ കുറിച്ചും രണ്ടിൻ്റെ ഇടയിൽ the cartoon was placed between these two news items, and which I think really was a comment on both these items together. അപ്പം how is it drawing on the front page of Indian Express? കുറെ കാലമായിട്ട് ചെയ്യുന്നതാണ്, ഉത്തരവാദിത്വമാണ്, വലിയ ഈ പറഞ്ഞ പോലെ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് പേടിച്ച് വരയ്ക്കില്ല. നമ്മൾ വാർത്തയോട് പ്രതികരിക്കാമെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഐ ആം ഫോക്കസ്ഡ് ഓൺ ദ ന്യൂസ്. പ്രതികരിക്കുമ്പോൾ ഏറ്റവും എഡിറ്റോറിയലി ഒരു കൊഹിയറൻ്റായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക, കാരണം ആൾക്കാർക്ക് മനസ്സിലാവണം. പിന്നെ ആവശ്യമില്ലാതെ തെറ്റായിട്ടുള്ള ഒരാളെ പിക്ക് ചെയ്യാതിരിക്കുക, ഈ കാടടച്ച് വെടിവെക്കുന്ന പരിപാടി ചെയ്യാതിരിക്കുക. എനിക്ക് തോന്നുന്നു കാർട്ടൂൺ ഇസ് എ വെരി വെരി ഷാർപ്പ് ആർട്ട്. അതാണ് ഞാൻ എൻ്റെ ഗുരുക്കളിൽ നിന്ന് പഠിച്ചത്. എൻ്റെ ഗുരുക്കൾ അബുവും വിജയനും ഒക്കെ ആയിരുന്നു, മോർ ദാൻ ഈവൻ പുരി സാർ. ഇക്കാര്യത്തിൽ അവർ ഷാർപ്പായിട്ട് ടാർഗറ്റ് ചെയ്യും. അത് നല്ലൊരു കലയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാർട്ടൂണിൽ. അല്ലാതെ കാടടച്ച് വെടിവെക്കുന്ന പോലെ വരച്ചാൽ പെട്ടെന്ന് ഒരുപാട് റെസ്പോൺസ് കിട്ടും, പക്ഷേ you will end up offending people whom you don't want to offend. അല്ലെങ്കിൽ അത് ഇൻവേർട്ട് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഒരു നല്ല രാഷ്ട്രീയം മുഴുവൻ കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുകയും വളരെ ചീത്ത രാഷ്ട്രീയം വേറൊരുത്തൻ ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് ഈ ഡിബേറ്റിനെ ഡീവാല്യൂ ചെയ്യും. അതൊക്കെ ചെയ്യാതിരിക്കാൻ ഇത്രയൊക്കെ നോക്കിയാൽ സത്യത്തിലൊരു എഡിറ്റോറിയൽ ആർട്ടാണിത്. അപ്പോൾ ആ രീതിയിൽ പോയാൽ ഏതാണ്ട് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സെക്കൻഡ് ടു ആഡ് ടു ദാറ്റ്, ഈ ഇൻ്റർവ്യൂവിലെ അദ്ദേഹത്തിൻ്റെ ആ പോർഷൻ ഉണ്ടല്ലോ, ഇത് കാർട്ടൂണിങ്ങിലെ ഒരു കലാപ്രവർത്തനം എന്നുള്ള ആ ഘടകം, അതിലേക്ക് ഉണ്ണിയെ സംസാരിപ്പിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. കുറേ നേരം സംസാരിച്ച ശേഷം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ടോട്ടലി റെഫ്യൂട്ടഡ്, ഇത് ഞാനൊരു ജോലിയാണ് ചെയ്യുന്നത്, ഇത് ആർട്ടൊന്നും അല്ല എന്നുള്ള രീതിയിൽ. പിന്നെ ഒരുപാട് അതിൽ ഡിഗ് ചെയ്തിട്ടാണ് അത് അതിൻ്റെ ഒരു നുവാൻസസിലേക്ക് വരുന്നത്. ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും കൈകാര്യം ചെയ്യുന്ന ഒരു മീഡിയം ഇറ്റ് ഹാൻഡിൽസ് ബോത്ത് ടൈം ആൻഡ് സ്പേസ്. കാർട്ടൂൺ ആണെങ്കിലും സിനിമയാണെങ്കിലും രണ്ടും കൈകാര്യം ചെയ്യുന്നത് and sound also. Sound is a very important element in cartooning because the story is often told by the sound. നമ്മൾ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളെല്ലാം കാർട്ടൂണിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റിൻ്റെ അതിൻ്റെ ഒരു ഒഴുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ശബ്ദം കേൾക്കുന്ന വായിക്കുന്ന ആളുടെ ചെവിയിലുണ്ടാകുന്ന ശബ്ദം കാർട്ടൂണിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെക്സ്റ്റ് എഴുതുന്ന സമയത്ത്. അപ്പോൾ ഹൗ വാസ് ഇറ്റ് മേക്കിംഗ് എ ഡോക്യുമെൻ്ററി ഓൺ ഉണ്ണി പറഞ്ഞ പോലെ ഒരു സമയ ഒരു സ്പേസിനെ കുറിച്ചും ഒരു ടൈമിനെ കുറിച്ചും ഉപയോഗിക്കുന്ന ഒരു, ഞങ്ങൾ ആദ്യം തന്നെ ഒരു കൺസെൻസസിൽ വന്നത് ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഏറ്റവും കുറവുള്ളൊരു ഡോക്യുമെൻ്ററി ആയിരിക്കും എന്നുള്ളതാണ്. എവിടെ ജീവിച്ചു, എവിടെ നിന്ന് അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത്, അതിൻ്റെ കാര്യങ്ങൾ, ബയോഗ്രഫിക്കലായിട്ടുള്ള എലിമെൻറ്റ്സ് ഏറ്റവും കുറച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത്. സോ ദാറ്റ് വി ക്യാൻ ഫോക്കസ് ഓൺ ദി ആർട്ട് ഓർ ദ ക്രാഫ്റ്റ് ഓർ ദ പൊളിറ്റിക്സ് ഓഫ് ഹിസ് വർക്ക്. ഇതേ പ്രോസസ്സായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ള, പണ്ട് ഞാൻ ദൂരദർശൻ്റെ ഭാഗമായിരുന്നപ്പോഴും അതിന് ശേഷവും ചെയ്തിട്ടുള്ള 3-4 ഡോക്യുമെൻ്ററികൾ. ഒന്ന് ലോറി ബേക്കറെ കുറിച്ച് ആദ്യമായി ഡോക്യുമെൻ്ററി ചെയ്ത് ഞാൻ, പ്രൊഫൈൽ ഓഫ് എൻ ആർക്കിടെക്ട് എന്നുള്ളത്. അതിലായാലും അതിനുശേഷം ജി ശങ്കരപ്പിള്ള സാറിനെ കുറിച്ചിട്ട്, എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ജി ശങ്കരപ്പിള്ളയെ കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി ചെയ്തു. എം ടി വാസുദേവൻ നായർ ജ്ഞാനപീഠം കിട്ടിയപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ഫോർ ദ നാഷണൽ നെറ്റ്വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെല്ലാം ഈ അവരുടെ ഒരു ഇന്നർ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ഒരു വർക്കിൻ്റെ ഒരു ലൈഫ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ജെനസിസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വരുന്നത്, അതെന്താണ് പറയുന്നത്, ഇത് അനലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു. സോ ഈ ആദ്യമേ നമ്മൾ തീരുമാനിച്ചതാണ് ഈ ഒരു മറ്റുള്ളവരുടെ ഒബ്സർവേഷനുകളിലൂടെ, പ്രത്യേകിച്ചും ഗോപാലകൃഷ്ണനെ പോലെ ഉണ്ണിയുടെ വർക്കുകളെ വളരെ ആഴത്തിൽ പഠിച്ച ഒരാളുടെ വാക്കുകളിലൂടെയും റിസർച്ചിലൂടെയും ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട്
ഇതിനെ എങ്ങനെ ഒരു ഐഡിയാസിനെ പാക്ക് ചെയ്യുന്നൊരു ഒരു ഫിലിം ആക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു ഓറൽ എക്സ്പീരിയൻസും കൂടി ഇഫക്റ്റീവായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു മാൻഡേറ്റ് അരമണിക്കൂറിൽ ചെയ്യണം എന്നായിരുന്നു. ആൻഡ് വി വോണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ് ആർട്ട്, ദ പൊളിറ്റിക്സ് ഓഫ് ഇറ്റ്, ദ കണ്ടംപററി റിലവൻസ് ഓഫ് ഇറ്റ്, ഓൾ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് അത് സ്ട്രക്ചർ ചെയ്യുന്നതിലും എഡിറ്റ് ചെയ്യുന്നതിലും ഒക്കെ വളരെ ശ്രദ്ധിച്ചതിന് ചെയ്യാൻ സാധിച്ചു. മുന്നിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, ആൻഡ് യു സ്പോക്ക് അബൌട്ട് ട്രഡീഷൻ. സോ 2 things before that. I think you started in a Hindu newsroom where the block printing of cartoon was still there for a few years, and then offset came, and then later now on we have digital, and now some of the cartoons of some cartoonists are primarily meant for digital platforms, especially Manjuli for News Minute, News Laundry ku varikkunnundu. Appo it's not how does that production of creation, production, dissemination, consumption, and how does it affects your art? And you're one of the few people who still has that old school pen and paper kind of an art, a cartoonist still. So how does this changed? How this technology really impacted this art? Because you've been there for some 35 odd years. ഇത് ഒരു വലിയൊരു വിശദമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ട് ഞാനൊക്കെ ഹിന്ദുവിൽ തുടങ്ങിയ കാലത്ത് ബ്ലോക്ക് മേക്കിംഗ് ആണ്. ഇപ്പോൾ ബ്ലോക്ക് മേക്കർ ഒരു നല്ല ആർട്ടിസ്റ്റാണ്, നല്ല ആർട്ടിസ്റ്റാണ്. മിക്കവാറും ബ്ലോക്ക് മേക്കേഴ്സിന് നമ്മുടെ കാർട്ടൂൺ ലൈൻ ആർട്ട് ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അവർ ദേ സീ ഇറ്റ് ആസ് എൻ ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച്, ടോണൊക്കെ ഇല്ല. പക്ഷെ അവർ ചില കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക്. അതായത് ഒന്ന്, ഈ ഒരുപാട് ബ്ലാങ്ക് സ്പേസ് വിട്ടാൽ, പണ്ടത്തെ കാർട്ടൂൺ, ഇപ്പോൾ ലക്ഷ്മണൻ്റെ ഒക്കെ കാർട്ടൂണിൽ ഒരു സ്ക്വയർ മില്ലിമീറ്റർ പോലും ഡീറ്റെയിൽ ചെയ്യാതിരിക്കില്ല. അതിൻ്റെ പ്രധാന കാരണം അങ്ങനെ പണ്ട് ബ്ലാങ്ക് സ്പേസ് വിട്ടാൽ അവിടെ പല ഈ പ്രിൻറ്റിങ് കയറി വരും പാച്ച് ചെയ്തിട്ട്. അപ്പോൾ ഈ ആക്ച്വലി ടെക്നോളജി ഡിക്റ്റേറ്റഡ് യുവർ സ്റ്റൈൽ ടു എൻ എക്സ്റ്റെൻറ്റ്. ഇപ്പോൾ ഡേവിഡ് ലോയിൻ്റെ ഒക്കെ ആ പാറ്റേൺ ഇവിടെ ആൾക്കാർ ഫോളോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം, ഇപ്പോൾ ലക്ഷ്മൺ സ്വന്തം കലയെപ്പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. ഇപ്പം നമ്മൾ ആരും കാർട്ടൂണിനെ പറ്റി പറയുമ്പോൾ ഉപയോഗിക്കാറില്ല. ഐ വുഡ് ഗെറ്റ് ദ ഡ്രേപ്പറി റൈറ്റ് എന്നാണ്. ദ ഡ്രേപ്പറി അങ്ങനെ ഫില്ലിങ് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഹിന്ദുവിൽ ഞാൻ വരച്ചിരുന്നത് ചെറിയ കാർട്ടൂണല്ല, വലുതാണ്, ഡിസ്പ്ലേ കാർട്ടൂൺസാണ്, എഡിറ്റോറിയൽ കാർട്ടൂൺസാണ്. പോക്കറ്റ് കാർട്ടൂൺസിൽ ഇങ്ങനെ ഫില്ലിങ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ലക്ഷ്മണൻ്റെ പോക്കറ്റ് കാർട്ടൂൺസ് നോക്കി വളരെ ഡീറ്റെയിൽഡാണ്. പിന്നെ ആ ടെക്നോളജി മാറിയപ്പോൾ ഓഫ്സെറ്റ് പ്രസ്സൊക്കെ വന്നപ്പോൾ വൈറ്റ് സ്പേസ് വിടാൻ പറ്റി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് സ്പേസ് തന്നെ ഡ്രമാറ്റിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റി. വിജയനൊക്കെ ചെയ്യുന്ന പോലെ വിജയൻ്റെ ഒക്കെ കാർട്ടൂൺസിൽ വിശാലമായിട്ടുള്ള വൈറ്റ് സ്പേസും, ഹിന്ദുവിലാണ് ഏറ്റവും നന്നായിട്ട് വിജയൻ്റെ കാർട്ടൂൺ അടിച്ചിരുന്നത്. 3 കോളം കാർട്ടൂൺ 2.25 കോളത്തിലേക്ക് റെഡ്യൂസ് ചെയ്ത് മാർജിൻ ഇല്ലാതെ ഗ്രേ പ്രിൻറ്റിൽ ഫ്ലോട്ട് ചെയ്തിങ്ങനെ കിടക്കും കാർട്ടൂൺ. അസാമാന്യമായിട്ടുള്ള ഇമ്പാക്റ്റ്. അത് എൻ്റെ എഡിറ്ററായിരുന്നു ജി കസ്തൂരി. ഈ വാസ് എൻ എക്സലൻറ്റ് വിഷ്വൽ പേഴ്സൺ. എങ്ങനെ പ്രിൻറ്റ് ചെയ്യണമെന്ന് അറിയാം, പ്രിൻറ്റ് ടെക്നോളജി അറിയാം. വിജയൻ്റെ കാർട്ടൂൺ അത്രയും നന്നായിട്ട് ആരും അടിച്ചിട്ടില്ല. ഇങ്ങനെ അടിക്കുന്നത് ഒരു 4 കോളം കാർട്ടൂൺസ് അത് എഡിറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. reduced to 3.75 columns, print across 4 columns without margin. ഒരു എഡിറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്തൊരു കാർട്ടൂൺ പ്രസ്സിലേക്ക് അയക്കണം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ടെക്നോളജിയുടെ ഭാഗമാണ്. ആ എഡിറ്റർ അത്രയും ടെക്നോ സാവി ആയിരുന്നു. നല്ല ആർട്ടിസൻസ് ഹിന്ദുവിലുണ്ടായിരുന്നു. ഈ പുരുഷരൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ നേരത്തെ ബ്ലോക്ക് മേക്കിംഗ് സമയത്തും വിജയൻ്റെ കാർട്ടൂണിൽ ഈ കറുത്ത പാട കയറി വരാതെ ഒരു കൺട്രോൾ ചെയ്തിരുന്നു പ്രിൻറ്റിങ് ഇൻഫ്ലോ ഒക്കെ. അതിനൊക്കെ സൂക്ഷ്മമായിട്ട് അച്ചടിക്കണം. അച്ചടി ഒരു കലയാണ്, ഇതുപോലെ അതങ്ങനെ ചെയ്യണം. പിന്നെ ഇപ്പം ഇത്രയൊന്നും പ്രശ്നമില്ല. കാരണം ഇപ്പം നമ്മൾ തന്നെ സ്കാൻ ചെയ്ത് നമ്മൾ തന്നെ അയക്കുന്നു. പിന്നെ ഗ്രാഫിക്സിലുള്ള ഡിസൈനിലുള്ള ആൾക്കാർ അതിനൊന്ന് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് അടിച്ചാൽ മതി. വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പം വരയ്ക്കുന്ന ആൾക്ക് ഇപ്പോൾ കൂടുതൽ അതിൻ്റെ ഫൈനൽ ഇമേജിൻ്റെ മുകളിലുള്ള കൺട്രോൾ കൂടിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാർട്ടൂണിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. പണ്ട് നമുക്കറിയില്ല. ഇപ്പോൾ if your block maker is not good, if your printing is not good, it can go haywire. You might have noticed അദ്ദേഹം ബൈ ഹാൻഡ് വരച്ച ശേഷം പിന്നീട് അതിനെ ഐപാഡിൽ അതിനെ കറക്റ്റ് ചെയ്ത് അതിനെ കുറച്ചുകൂടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോൺട്രാസ്റ്റ് ചെയ്തിട്ട്. സോ ഹി യൂസസ് ബോത്ത് ടെക്നോളജി ടുഗദർ. ഈ ടെക്നോളജിയുടെ ഇതിൽ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കൺസ്യൂമിങ് എങ്ങനെയാണ് ഈ ആർട്ട് കൺസ്യൂം ചെയ്യുന്നതാണ് പ്രധാനമായൊരു വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം നൗ ആഫ്റ്റർ ഇറ്റ് അപ്പിയേഴ്സ് ഓൺ ദ പ്രിന്റ്, then it is treated
and then it is shared on the Instagram, and then on the website. Everywhere it comes in, multiple stages. It's shared across different platforms, across different audience also. Many people don't actually see the cartoon on the, for example, the Indian Express doesn't come here in Kerala, but we almost see it on a mailing list or on Twitter when you share it. അപ്പം ഈ കൺസ്യൂമിങ് ഓഫ് കാർട്ടൂൺ മാറിയിട്ടുള്ള ഒരു സാഹചര്യത്തെക്കുറിച്ച് what do you think of that? അൾട്ടിമേറ്റ്ലി അത് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റും, യു സീയിങ് ഇറ്റ് ഓൺ ദ ഫോൺ. അപ്പോൾ ഫോണിൻ്റെ മൊബൈൽ ഫോണിൻ്റെ അകത്ത് അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, നമ്മൾ ഈ പോക്കറ്റ് കാർട്ടൂണാണ് ഞാൻ മിക്കവാറും വരയ്ക്കുന്നത്. അപ്പോൾ അതിൽ ആഴ്ചയിൽ 6 പോക്കറ്റ് കാർട്ടൂൺ വരയ്ക്കുമ്പോൾ റിഡക്ഷൻ ഫാക്ടറിനെ പറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ്ലി വറീഡാണ്. കാരണം ഇതിൽ ടെക്സ്റ്റൊക്കെ കാണാതായി പോകുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട്. ഇപ്പോൾ അത്ര പേടിക്കണ്ട ഡിജിറ്റൽ ആണെങ്കിൽ, കാരണം യു ക്യാൻ പിഞ്ച് ഇറ്റ് അപ്പ് ഓർ യു ക്യാൻ ബ്ലോ ഇറ്റ് അപ്പ് ആൻഡ് സീ ഇറ്റ്, ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് കുറച്ചുകൂടി എഗെയിൻ നിങ്ങളുടെ പണി കുറച്ചുകൂടി എളുപ്പമാക്കി. പിന്നെ വേറൊരു ഗുണം, ഞാൻ കളറിലേക്കൊന്നും പോയിട്ടില്ല. സ്വതസിദ്ധമായ ആലസ്യം കൊണ്ട് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ലൈനും ബ്ലാക്കും എഗൻസ്റ്റ് ദിസ് ലിറ്റ് അപ്പ് സ്ക്രീൻ ഇറ്റ് ലുക്സ് വെരി ഗുഡ്. ഇറ്റ് ഓൾമോസ്റ്റ് വേറെ സ്പേസിൽ നിൽക്കുന്ന പോലെ തോന്നും. ഫ്രെയിം ചെയ്ത ഒരു ഫീലിംഗ് പോലും ഇല്ലായിരിക്കും, വെറും സ്പേസിൽ നിന്ന് കയറി വരുന്ന പോലെ തോന്നും ഫിഗേഴ്സ്. ഈ ലൈക്ക് ഫിലിംസ് ഇപ്പോൾ ഒരു ഇൻഹെറൻറ്റ് മൂവ്മെൻറ്റ് ഫിഗേഴ്സിന് ഒരു ഫോർഗ്രൗണ്ടിങ് തരും. നമ്മൾ when you click the phone open, image will just come towards you like with a flourish. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ വിഷ്വൽ ഫീൽ ഇസ് മച്ച് ബെറ്റർ. അതുകൊണ്ട് വരയ്ക്കുമ്പോൾ നന്നായിട്ട് വരയ്ക്കാം കുറച്ചുകൂടി. അതുപോലെ ഐ തിങ്ക് ലക്ഷ്മണെ കുറിച്ച് യു ഹവ് റിട്ടൺ എ ബുക്ക് ഓൺ ഹിസ് ആർട്ട് ആൻഡ് ദെൻ ഹൗ ഹി ഹസ് ആൻഡ് ഓൾസോ ഈ ഡിജിറ്റൽ ഒരു ഡിസമിനേഷൻസ് ആണ്, അല്ലെങ്കിൽ റീഡിസ്കവറിങ് ഓഫ് ഓൾഡ് കാർട്ടൂൺസ്, നോട്ട് റീഡിസ്കവറിങ് ആക്ച്വലി, കണ്ടിന്യൂയിങ് ദ ഓൾഡ് കാർട്ടൂൺസ്, റീഹാഷിങ് ഇറ്റ്, പീപ്പിൾ ഷെയറിങ് ഓൾഡ് കാർട്ടൂൺസ് ടു കമൻറ്റ് ഓൺ ന്യൂ തിങ്സ്. That seems a very peculiar thing which is quite specific to cartoons in the sense because ഒരു ഓൾറെഡി ഒരു 1975 ലക്ഷ്മൺ ബോംബെയിലെ ഒരു സിറ്റുവേഷനെ കുറിച്ച് വരച്ച ഒരു കാർട്ടൂൺ 2021, 22, 23 അതേ സിറ്റുവേഷൻ, അതേപോലുള്ള നിലനിൽക്കുന്ന സിറ്റുവേഷനുകളെ ഈസി ആയിട്ട് കമൻറ്റ് ചെയ്യാൻ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാർട്ടൂണുകളുടെ ഒരു ലിമിനൽ ആവുമ്പോൾ തന്നെ ഒരു ലോങ് ഷെൽഫ് ലൈഫ് തിരിച്ചു വരുന്നുണ്ടോ എന്നുള്ളൊരു. ലോങ് ഷെൽഫ് ലൈഫ് ഒരു കാലത്തും ഇല്ലായിരുന്നു. കാരണം പണ്ട് കാലത്ത് ഈ ഓൾ ടൈം ക്ലാസിക്സ് എന്നൊക്കെ പറയുന്ന വലിയ പ്രമേയപരമായി ഔന്നത്യമുള്ള കാർട്ടൂണുകൾ, ഇപ്പോൾ ഡേവിഡ് ലോ ഹിറ്റ്ലറെയും സ്റ്റാലിനെയും കൂടി നിർത്തി വരച്ച കാർട്ടൂണൊക്കെയാണ് നമ്മൾ പല ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ പോലും കാണാം. അത്തരം ചുരുക്കം ചില സന്ദർഭങ്ങളിൽ വരച്ച കാർട്ടൂണുകളെ ക്ലാസിക്സ് ആയിട്ട് പറയപ്പെട്ടിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഇൻ്റർനെറ്റുകാരന് ഒരു പുതിയ സാധ്യതയുണ്ട്. കാർട്ടൂണിൻ്റെ ആർക്കൈവൽ കാർട്ടൂണിൻ്റെ റിട്രീവൽ, however erratic or opportunistic, retrieval is possible. അപ്പോൾ അത് ഒരു പുതിയ തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഈ ആർക്കൈവൽ കാർട്ടൂണിൻ്റെ ഇപ്പോൾ ലക്ഷ്മണൻ്റെ കാര്യത്തിൽ സംഭവിച്ച ഒരു കാര്യം നമ്മളിപ്പോൾ കാണുന്നത്, ലക്ഷ്മൺ മൈൽഡായിട്ട് ആണ് അന്നത്തെ പുള്ളിയുടെ കണ്ടംപററി ഡൽഹി കാർട്ടൂണിസ്റ്റിനോട് കമ്പയർ ചെയ്താൽ പുള്ളി ദൂരത്തിരുന്ന് ബോംബെയിലിരുന്ന് ഡൽഹി രാഷ്ട്രീയം കണ്ട ഒരകൽച്ചയോടുകൂടി ഒരല്പം മൃദുവായിട്ടൊക്കെ വരച്ച ആളാണ്. തീക്ഷ്ണമായിട്ട് രജീന്ദർ പുരിയുടെ വിജയൻ്റെ രാഷ്ട്രീയമൊന്നും ലക്ഷ്മണിലില്ല. പക്ഷേ ലക്ഷ്മൺ ഈ വളരെ ഇന്നോക്യൂസ് ആയിട്ടുള്ള ടെലിഫോണിനെ കുറിച്ച് 1960 വരച്ചൊരു കാർട്ടൂൺ ഇന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോണ്ടെക്സ്റ്റ് മാറുന്നതുകൊണ്ട്, കോണ്ടെക്സ്റ്റും നമ്മുടെ ഭരണകൂടം കൂടുതൽ ഹാർഡായി വരുന്നതുകൊണ്ടും പലതിലേക്ക് തലയിടുന്ന ഒരു ഭരണകൂടമായതുകൊണ്ടും ടെലിഫോൺസ് ആർ യൂസ് ടു സ്നൂപ്പ് ഈവൻ എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് കോണ്ടെക്സ്റ്റ് മാറിയിട്ട് ഇത് അതിശക്തമായ ഒരു പുതിയ നവജീവനോടുകൂടിയാണ് ഇത് പ്രചരിക്കുന്നത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫിനോമിനാണ് ഈ കാർട്ടൂണിൻ്റെ രണ്ടാം ജന്മം. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ചിലപ്പോൾ കോണ്ടെക്സ്റ്റ് തെറ്റിയിട്ട് ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിലൊക്കെ പോകാം. പക്ഷേ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് സാധനം ഞാൻ ലക്ഷ്മണൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുള്ളത്, ലക്ഷ്മണൻ്റെ ആഫ്റ്റർ ലൈഫ് ഇസ് വെരി ആക്റ്റീവ്, വെരി ഇൻട്രസ്റ്റിംഗ്. ഉണ്ണി സ്കെച്ച് ചെയ്യുന്ന ഒരാൾ നേരത്തെ ഇറ്റ്സ് ഓബ്വിയസ് ഇൻ ദ ഡോക്യുമെൻ്ററി ഓൾസോ വെൻ യു സ്കെച്ച് ആൻഡ് ഫോട്ടോ വെച്ച് വളരെ വിശദമായി തന്നെ സ്കെച്ച് ചെയ്യുകയും സാന്റ ആൻഡ് ദ സ്ക്രൈബ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വരികയും ഐ തിങ്ക് ഇൻ സ്പൈസ് ആൻഡ് സോൾസ് ഓൾസോ ഒരു ഇറ്റ്സ് എ ട്രാവലോഗ് അക്രോസ് കേരള ഒരു സ്കെച്ച് ആൻഡ് ടെക്സ്റ്റ്. അപ്പോൾ ഈ
ഇതിൻ്റെ ഒരു ബാലൻസ് ഉണ്ടല്ലോ. ഇസ് ദർ യു ഹവ് ഡൺ like editorial cartooning, you have done comic strip scales has been published for a long time, and I really love that comic strip. I think you should come back to it sometime. ഫിനാൻഷ്യൽ എക്സ്പ്രസിന് വേണ്ടി ചെയ്തു. It's a thoroughly enjoyable and it's a very mischievous comic strip. And അവിടെയും ഈ സ്കെയിൽസിൽ ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് ആ സമയത്ത് ഉണ്ടാവുന്ന മൊബൈൽ ഫോണിൻ്റെ വരവ്, ആ സമയത്ത് ഉണ്ടാവുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ബൂമ്, അല്ലെങ്കിൽ IIM ഇതിൻ്റെ ഒരു ഉള്ളിലേക്കുള്ള മാർക്കറ്റിലേക്കുള്ള അല്ലെങ്കിൽ ഒരു CEO-കളുടെ വരവ്, ഇതെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്ത ഒരു കമ്പനി. ആൻഡ് യു ഹവ് ഓൾസോ ഡൺ ഗ്രാഫിക് റിപ്പോർട്ടേഴ്സ്, ഡോക്യുമെൻ്ററീസ് ഡീറ്റെയിലിംഗ്, ഇലക്ഷൻ കവറേജുകളുണ്ട്, അല്ലെങ്കിൽ യാത്രകളുടെ ഭാഗമായിട്ട് ഇത് വരച്ചിട്ടുണ്ട്. സോ ഹൗ ഇസ് സ്കെച്ചിങ് ഹെൽപ്പിംഗ് യു? ഹൗ ഇസ് നോട്ട് ഈവൻ ഓൺ ഒഫീഷ്യൽ അസൈൻമെൻറ്റ്, ഐ എം സെയിങ് ജനറൽ സ്കെച്ചിങ് എങ്ങനെയാണ് കാർട്ടൂണിനെ സഹായിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ കാരിക്കേച്ചറിന് ഉപകാരമായിട്ടുണ്ട്. ഒന്നാമത് ഈ ഒരുപാട് വ്യത്യസ്തതയുള്ള മുഖങ്ങൾ ഒട്ടും സെൽഫ് കോൺഷ്യസ് ആകാതെ വരയ്ക്കാമല്ലോ. നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ മുമ്പിൽ കൂടി നടന്നു പോകുന്നത്, അയാളെ വരയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രെസ്സൊന്നുമില്ല. ഇപ്പോൾ ഞാൻ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരനെ വരയ്ക്കുമ്പോൾ, KV തോമസ് സാറിനെ വരയ്ക്കുമ്പോൾ കറക്റ്റ് ഇത് കിട്ടണം, പ്രായത്തിലുള്ള വ്യത്യാസം നോക്കണം, അങ്ങനെ പല കാര്യങ്ങളും നോക്കണം. ഇതൊന്നും വേണ്ട, ഏതൊരാൾ വരയ്ക്കുന്നത് നമ്മൾ ക്വിക്കായിട്ട് ഡൂഡിൽ ചെയ്യുന്നു. അപ്പോൾ കയ്യിനൊരു ഒരുതരം മസിൽ മെമ്മറി പോലെ ഒരുതരം റിയാസ് എന്ന് പറയുന്നത് പരിശീലനം, ഇതൊരു പരിശീലനം ആയിരിക്കാം, ഒരു അച്ചടക്കം ഇല്ലാത്തൊരു വിദ്യാർത്ഥിയുടെ പരിശീലനമായിരിക്കും അങ്ങനെ. ആൻഡ് ഓൾസോ ഇറ്റ്സ് വെരി അഡിക്റ്റീവ്. അത് ഈ സ്കെച്ച് ചെയ്ത് ശീലമായിട്ടുള്ള ഒരാൾക്ക് കൈ ഇങ്ങനെ തരിക്കും, എന്തിനും കണ്ട വരയ്ക്കാൻ തോന്നും. ഇപ്പോൾ ഞാനും മാരിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ അടുത്തിരിക്കുമ്പോൾ മാരിയോ കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റായിട്ട് ഒരു സിറ്റി സ്ക്രീനൊക്കെ ഇങ്ങനെ വരച്ചിടും. ഈ കാൺട്ട് റെസിസ്റ്റ് സ്കെച്ചിങ്. എനിക്ക് അത്രയും അഡിക്റ്റീവ് അല്ല, എന്നാലും വരയ്ക്കാൻ രസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ചെയ്യും. പിന്നെ ഈ ആർത്രൈറ്റിക് ആവുന്ന ലൈൻസ് ഞാൻ പറഞ്ഞ സ്ഥിരം വരച്ച് ഒതുക്കി വരയ്ക്കുന്ന ആർത്രൈറ്റിസ് നിന്ന് മാറിയിട്ട് ഒന്ന് the lines, you can make the lines dance once in a while. Because I feel essentially storytelling ആണ് ഇതിൽ എല്ലാത്തിലും കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈവൻ when a sketch, as you said, എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് ബസിലിക്കയുടെ മുമ്പിൽ, I think you have sketched the basilica. ആൻഡ് ഒരു സമയത്ത് ഞാനതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. അപ്പം then you said people were coming out after the mass, but the basilica was drawn before they came out of the mass. അപ്പോൾ ഒരു 50 മിനിറ്റിൻ്റെ ഉള്ളിൽ നടന്ന സംഭവങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണത്, അല്ലാതെ ഇറ്റ്സ് നോട്ട് എ ഫോട്ടോഗ്രാഫ്, ആസ് യു സെഡ്, ഇറ്റ് ഇസ് നോട്ട് എ ക്ലിക്ക് ഓഫ് എ സർട്ടൻ പ്ലേസ്. ഇപ്പോൾ ബേസിക്കലി ഇറ്റ്സ് സ്റ്റോറി ടെല്ലിംഗ്. Do you think every comic art is involved in, like any other art, even for music, is storytelling is the basic? ഉണ്ട്. ഈ സമയകല എന്ന് പറയുന്നത് സമയത്തിൽ കൂടി ഒരാളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക, കാണിച്ചുകൊണ്ടിരിക്കുകയല്ല, ഒരാളെ പിടിച്ചിരുത്തുന്നില്ല അത്രയും നേരം. അതിൻ്റെ അകത്തൊരു കഥയുണ്ടാവും. ഈ കാർട്ടൂണിങ്ങിനെ പോലെ നമ്മുടെ ഉള്ളിൽ തന്നെ വളരെ എവറിഡേ പ്രസൻസ് ഉള്ള ഒരു ആർട്ട് ഫോം എന്നുള്ള നിലയ്ക്ക് ഉണ്ണി മൈറ്റ് കണ്ടസ്റ്റ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ആൻ ആർട്ട് ഫോം, ബട്ട് ഇറ്റ് ഇസ് മോർ ഓഫ് എ വർക്ക് പ്രാക്ടീസ്. ബട്ട് അത്തരം ഒരു ഇതിന് പ്രീവിയസ് ചോദ്യത്തിന് അദ്ദേഹം നേരിട്ട രീതി തന്നെ അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇതിലകത്തൊരു ഒബ്സർവേഷൻ ഉണ്ട്, ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട് എന്നുള്ളൊരു കഥാകൃത്തുമായി പങ്കിടുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തെ അദ്ദേഹം അണ്ടർമൈൻ ചെയ്തുകൊണ്ട് സംസാരിച്ചു. വൈ ഇസ് ഇറ്റ് നോട്ട്, അല്ല അതിന് അക്കാഡമിയിലോ അല്ലെങ്കിൽ അക്കാഡമിയിലോ എന്തുകൊണ്ടാണ് കാർട്ടൂണിസ്റ്റ് സ്റ്റിൽ നോട്ട് ദെയർ യെറ്റ്, ഓർ ഇസ് ദാറ്റ് വൈ ഡു യു തിങ്ക്? ബിക്കോസ് ഐ ഡോണ്ട് നോ. എനിക്കതിന് അത്ര ആഴത്തിൽ ഒരു എൻ്റെ ഒരു ചെറിയ അനുഭവം വെച്ചിട്ട് അങ്ങനെയാണെന്ന് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനൊരു ഈ ഒരു ജേർണലിസ്റ്റുകളെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളുടെ പ്രോജക്റ്റിൽ ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ മീഡിയ അക്കാഡമി കുറച്ചൊരു അപ്രഹെൻസീവായിട്ടാണ് അവർ ആദ്യം എടുത്തത്. ഇതിന് ഐ ഹാഡ് ടു കൺവിൻസ് ദം. സോ ഐ തിങ്ക് ഒരു ജനറൽ അക്കാഡമിയിൽ അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ജേർണലിസ്റ്റിനെ സംബന്ധിക്കുന്ന. പേര് ബേസിൽ തോമസ്. ഞാൻ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ അധ്യാപകനാണ്. എൻ്റെ റിസർച്ച് ഏരിയ മലയാളം കാർട്ടൂൺസ് ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ണി സാറുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്തുകയും അതിനെ തുടർന്ന് ഉണ്ണി സാറിൻ്റെ ഭാഗത്തു നിന്ന് വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവുകയും ചെയ്തു. എനിക്കൊരു റിക്വസ്റ്റും ഒരു ക്വസ്റ്റ്യനുമാണുള്ളത്. റിക്വസ്റ്റ്, ഇതുപോലുള്ളൊരു കാർട്ടൂൺ ഫീൽഡിനകത്തുള്ള സ്കോളർ, ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ നമ്മൾ സാറിനെ വേണ്ട രീതിയിൽ അത് യൂസ് ചെയ്തിട്ടില്ല ആസ് എ കാർട്ടൂൺ ഹിസ്റ്റോറിയോഗ്രാഫർ ആൻഡ് കാർട്ടൂൺ സ്കോളർ. അതിൻ്റെ ഭാഗമായി സാറിൻ്റെ ആർട്ടിക്കിൾസും സാറിൻ്റെ കാർട്ടൂൺസും ഒരു കമ്പൈൽ ചെയ്ത് ഒരു കളക്ഷനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അധികം എക്സ്പ്ലോർ ചെയ്യപ്പെട്ടുള്ള ഒരു ഏരിയ അല്ല കാർട്ടൂൺസ് എന്ന് പറയുന്ന അക്കാഡമിക് ഫീൽഡിനകത്ത്.
അത് വരുന്ന സ്കോളേഴ്സിന് ഒത്തിരി ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അതൊരു റിക്വസ്റ്റായിട്ട് പരിഗണിക്കണം. പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നത്, സാറ് വരച്ച് കംപ്ലീറ്റ് ചെയ്ത ഏതെങ്കിലും കാർട്ടൂൺ പബ്ലിഷ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാർട്ടൂൺ ഫീൽഡിനകത്തുള്ള സെൻസർഷിപ്പിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം. കാർട്ടൂണിൽ ഒഫീഷ്യലി സെൻസർഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ വരച്ചിട്ടില്ല. അത് അടിയന്തരാവസ്ഥ കാലത്താണ് ഈ സെൻസർഷിപ്പ് എന്നുള്ള പദമൊന്നും ലൂസായിട്ട് ഉപയോഗിക്കരുത്. വലിയ പീഡനമാണ് ഈ പത്രക്കാരന് സെൻസർഷിപ്പ്. ഇവരനുഭവിക്കുന്നതാണ് സെൻസർഷിപ്പ്. ഫിലിം മേക്കേഴ്സ്, ഐ ഡോണ്ട് നോ വൈ ദേ ഷുഡ് ഹാവ് സെൻസേഴ്സ്. ഐ ഹാവ് നെവർ അണ്ടർസ്റ്റുഡ് വൈ ഫിലിംസ് ഇൻ ദ കൺട്രി ഷുഡ് ബി സെൻസേർഡ് അറ്റ് ഓൾ. കാരണം ഫിലിംസിൻ്റെ അകത്തൊരു ഇൻഹറൻ്റായിട്ട് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇറ്റ്സ് എ കമേഴ്ഷ്യൽ പ്രോഡക്റ്റ്. പൊതുജനത്തിൻ്റെ സെൻസിബിലിറ്റിയെക്കുറിച്ച് ഏറ്റവും ബോധ്യത്തോടു കൂടി വേണമല്ലോ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഫിലിം മേക്കർ പടം എടുക്കുക. ഞങ്ങളെപ്പോലെ തറുതല പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾക്ക് സെൻസർഷിപ്പ് ഇല്ല, ഇവർക്കുണ്ട്. പോട്ടെ, സെൻസർഷിപ്പ് നമ്മൾ ഇല്ല ഇന്ത്യയിൽ. ഞാൻ പണിയെടുക്കുന്ന 77 ഞാൻ സെൻസർഷിപ്പ് ഇല്ലായിരുന്നു. എമർജൻസി കാലത്ത് മാത്രമേ അവിടെ സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രീ സെൻസർഷിപ്പ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സെൻസർഷിപ്പ് ഉണ്ടെങ്കിൽ ചങ്കേഴ്സ് വീക്കിലി 6 മാസത്തിൻ്റെ അകത്ത് പൂട്ടി. ജൂൺ 26 അടിയന്തരാവസ്ഥ വന്നു. സെപ്റ്റംബറിൽ ചങ്കേഴ്സ് വീക്കിലി അടച്ചു പൂട്ടി. സെൻസർഷിപ്പിൽ ഇന്ത്യയിലുള്ള ട്രഡീഷൻ ഓഫ് കാർട്ടൂൺസ് ഒരു ഔട്ട്സ്പോക്കൺ, മാധവൻ പറഞ്ഞ പോലെ കുറച്ച് മൃദുല മൈൽഡൊക്കെ ആണെങ്കിലും ഇറ്റ് ഈസ് ദ ഓൾഡ് ബ്രിട്ടീഷ് ട്രഡീഷൻ ഓഫ് ഔട്ട്സ്പോക്കൺ പൊളിറ്റിക്കൽ റെസ്പോൺസ്. അത് ഗോപ്യമായിട്ട് ഈസ്റ്റ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ അണ്ടർ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റോ ടിറ്റോൻ്റെ ഒക്കെ കീഴിലൊക്കെ നല്ല ഗ്രേറ്റ് കാർട്ടൂൺസ് വന്നു. അവർ വലിയ ഗ്രാഫിക് കൾച്ചറുള്ളവരാണ്. പോളണ്ട്, ചെക്കോസ്ലോവാക്യ, അവരൊക്കെ. പക്ഷെ അതൊക്കെ ഗോപ്യമായിട്ട് വരയ്ക്കുമായിരുന്നു, ഒബ്ലീക്കൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു ട്രഡീഷൻ നമുക്കില്ല. നമ്മുടെ ഇന്ത്യയുടെ കാർട്ടൂൺസ് മലയാളത്തിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ തമിഴിലും ഒക്കെ ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള കാർട്ടൂൺസാണ്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടാവില്ല, നിങ്ങൾ എത്ര മൈൽഡായിട്ട് പറഞ്ഞാലും. അപ്പോൾ സെൻസർഷിപ്പ് വന്ന കാർട്ടൂൺ നിൽക്കും. ഇത്തരം കാർട്ടൂൺസിന് പിന്നെ തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കില്ല. പിന്നെ വരച്ച് പ്രസിദ്ധീകരിച്ച കാർട്ടൂൺസ് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് തന്നെ മാറ്റേണ്ടി വരും. അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇപ്പോൾ നമ്മൾ വരച്ച ഒരാൾ കഷ്ടകാലത്തിന് വൈകുന്നേരം മരിച്ചു എന്ന് വിചാരിക്കുക. അയാളുടെ മുഖം ഒരു കാരിക്കേച്ചറായിട്ട് പിറ്റേ ദിവസം വരണ്ട എന്നൊരു ബാഡ് ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ് മാറ്റി വയ്ക്കാം. ചിലപ്പോൾ ഇവൻറ്റ്സ് മൈറ്റ് ഓവർടേക്ക് ദ കാർട്ടൂൺ. ഇപ്പോൾ വാർത്തകൾ കലങ്ങി മറിഞ്ഞാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പല കാരണങ്ങളുകൊണ്ട് കാർട്ടൂൺ സ്ഥിരമായിട്ട് നമ്മൾ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു സെൻസർഷിപ്പ് ഒന്നുമല്ല. സെൻസർഷിപ്പ് ഇല്ല ഇന്ത്യയിൽ ഭാഗ്യവശാൽ. പിന്നെ ഒരു ചില്ലിങ് ഇഫക്റ്റ് ഉണ്ടായാൽ പേടിച്ചിട്ട് പല വിഷയങ്ങളും നേരിട്ട് കൈകാര്യം ചെയ്യാതിരിക്കുന്നൊരവസ്ഥയുണ്ട്. അതിനെപ്പറ്റി അടുത്ത കാലത്ത് സുപ്രീം കോടതി വരെ സംസാരിച്ചു. ഈ ചില്ലിങ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന പരിപാടികൾ സർക്കാർ ചെയ്യരുതെന്ന് പറഞ്ഞു. പൊതുവെ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കിയാൽ വരയ്ക്കാതിരിക്കുന്നതിനേക്കാളും കൂടുതൽ വലിയ പത്രങ്ങൾ കാർട്ടൂണിസ്റ്റിനെ എംപ്ലോയ് ചെയ്യാതിരിക്കും. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് ശങ്കർ തൊട്ട് വലിയ ട്രഡീഷനുള്ള പത്രമാണ് കാർട്ടൂൺസിൻ്റെ. കുറേ കാലമായിട്ട് അവർക്ക് കാർട്ടൂണിസ്റ്റ് ഇല്ല, ഇത്രയും വലിയൊരു പത്രത്തിന്. സൗത്തിലിരിക്കുന്ന ഒരു കാർട്ടൂൺ സ്നേഹിക്ക് സൗത്തിലെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കാർട്ടൂൺസ് ഇല്ല. സൗത്തിലെ ഹിന്ദുവിൽ ഏറ്റവും ശക്തമായിട്ട് ഓപ്പൺ പേജിൽ 3-4 കോളത്തിൽ കാർട്ടൂൺസ് സുരേന്ദ്രയുടെയും കേശവൻ്റെയും മാറി മാറി വന്നിരുന്നു. ഇപ്പോൾ കാർട്ടൂൺസ് ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ സംഭവിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇത് പോവുക. അല്ലാതെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു കാർട്ടൂൺസ് പേടിച്ചിട്ട് മാറ്റി വയ്ക്കാൻ തുടങ്ങിയ കാർട്ടൂൺസ് നിർത്തുകയായിരിക്കും ചെയ്യുക മിക്കവാറും. അല്ലാതെ ഇതിനോട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് നിൽക്കാൻ ഇന്ത്യൻ കാർട്ടൂണിങ്ങിന് പറ്റില്ല. സ്റ്റേറ്റുമായിട്ട് നെഗോഷിയേറ്റ് അധികകാലം നിൽക്കില്ല. മിക്കവാറും നമ്മൾ കണ്ടിട്ടുള്ളത് 2-3 മാസമൊക്കെ നിന്നിട്ട് ആൾക്കാർ വിട്ടുപോകും, അല്ലെങ്കിൽ പത്രം അടിക്കേണ്ടതെന്ന് വയ്ക്കും, അല്ലെങ്കിൽ ആ കാർട്ടൂൺ ആരും രസിക്കില്ല. ഇന്നത്തെ ട്രോളിൻ്റെയൊക്കെ കാലത്ത് നിങ്ങൾ ദുർബലമായിട്ടുള്ളൊരു കാർട്ടൂൺ 3-4 കോളത്തിൽ അച്ചടിച്ച് വെച്ചിട്ട് ആര് രസിക്കാനാണ്? ഞാൻ കാർട്ടൂൺ അക്കാദമിയുടെ ചെയർമാനാണ് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിലേക്ക് ഒരു ഇൻ്റർവ്യൂ ഇദ്ദേഹത്തിൻ്റെ എടുത്ത സമയത്ത് അത് അവിടെ ഫില്ല് ചെയ്യാതെ പോയ ചില ചോദ്യങ്ങളാണ്. പലതും കാർട്ടൂണിസ്റ്റുകളുടെ കാര്യം മാത്രമാണ്. ഒന്നാമത്തെ കാര്യം വളരെ സാധാരണമായ ഒരു ചോദ്യമാണ്, ആശയങ്ങൾ കണ്ടെത്തുന്നതിനെ കുറിച്ച്. ഇപ്പം അകത്തിരുന്ന് വരയ്ക്കുന്ന വിജയൻ, പുറത്ത് നടക്കുന്ന ഉണ്ണി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറി വന്നല്ലോ. അപ്പോൾ അതുപോലെ ഇപ്പോൾ ദൂരെ നിന്ന് ബോംബെയിൽ നിന്ന് കണ്ടുകൊണ്ട് ഡൽഹി രാഷ്ട്രീയം കാണുന്ന ലക്ഷ്മൺ. അപ്പോൾ ഈ ആശയങ്ങൾ എങ്ങനെയാണ്, അതിനു വേണ്ടിയിട്ട് എത്ര സമയം നമ്മളുടെ ജീവിതത്തിൽ
ചെലവഴിക്കുന്നു, വായനയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ടി വി കാണുന്നതിനുമാണെങ്കിലും അതുപോലുള്ള സംഗതികൾക്ക്. രണ്ടാമത്തെ കാര്യം, ദീർഘമായ സംഭാഷണങ്ങൾ EMS നമ്പൂതിരിപ്പാടുമായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ വിശദമായ കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സംസാരങ്ങൾ, ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണ് അദ്ദേഹത്തിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന കാർട്ടൂണിസ്റ്റിനെ കാണുന്നത് എന്നുള്ളൊരു കൗതുകം കൊണ്ട് ചോദിക്കുന്നത്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ആശയങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് ഉണ്ണിക്കും ഒന്നും അറിയില്ല. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ആശയം കിട്ടുന്നതാണ്. അതിനൊരു വ്യവസ്ഥാപിതമായിട്ടൊരു രീതിയൊന്നുമില്ല. വാർത്തകളോടുള്ള പ്രതികരണം നമ്മൾ സാധാരണ എല്ലാവരും പ്രതികരിക്കുന്ന പോലെ തന്നെ കാർട്ടൂണിസ്റ്റ് പ്രതികരിക്കുന്ന, അതിൽ കുറച്ചൊരു ദൃശ്യാംശമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, അത്രയേ ഉള്ളൂ. പിന്നെ ശീലമൊക്കെ കൊണ്ട് സംഭവിക്കുന്നതാണ്, അത്രയേ ഉള്ളൂ. അത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് എനിക്ക് വളരെ ചുരുക്കം ഇൻട്രാക്ഷനേ ഉണ്ടായിട്ടുള്ളൂ. മിക്കവാറും നമ്മളൊരു ബാക്ക് റൂം ആക്ടിവിറ്റി അല്ല കാർട്ടൂൺ. നമ്മൾ വല്ലപ്പോഴും റിപ്പോർട്ട് ചെയ്യാനൊക്കെ പോകുമ്പോൾ വല്ലവരും കണ്ട് സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കാർട്ടൂണിലെ താല്പര്യം കൊണ്ട് ഇപ്പോൾ EMS ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ബന്ധമുള്ളത്. EMSന് കാർട്ടൂൺ ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു തവണ കാണണം എന്ന് പറഞ്ഞപ്പോൾ പ്രഭാവർമ്മ മറ്റായിരുന്നു, ഞങ്ങൾ രാജ്യസഭ ഒന്നിച്ച് പോകുന്ന കാലമായിരുന്നു. അപ്പോൾ പ്രഭാവർമ്മ പറഞ്ഞു, ഒന്ന് വേണമെങ്കിൽ കണ്ടോളൂ, സമയമുണ്ടെന്ന്. അങ്ങനെ കയറി കണ്ട് പിന്നീട് പലപ്പോഴും കാണും. അപ്പോൾ കാർട്ടൂണിനോട് സജീവമായിട്ട് പ്രതികരിക്കുന്ന ആളാണ്. കാർട്ടൂണിൻ്റെ കാരണം മൊത്തം രാഷ്ട്രീയ ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ കാർട്ടൂണിനെ കാണുന്ന ഒരാളായതുകൊണ്ട് ആയിരിക്കണം. അത് വളരെ എളുപ്പമാണ് അവരോട് സംസാരിക്കാൻ, മുഖവരിയില്ലാതെ സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഒരു തലമുറ ഉണ്ടായിരുന്നു മധുലിമായെ. ഈവൻ ദേവരാജ് അരസിനെ പോലെ നമുക്കത്ര ഇഷ്ടം തോന്നാത്ത ഒരു രാഷ്ട്രീയക്കാരൻ വരെ. അയാൾ കാർട്ടൂൺസ് ഫോളോ ചെയ്യുമായിരുന്നു. കാർട്ടൂൺസ് ഫോളോ ചെയ്യല്ല, പൊളിറ്റിക്കലായിരുന്നു ഇവരൊക്കെ. അതുകൊണ്ട് ഒരു കാർട്ടൂണിസ്റ്റിനെ കണ്ട അവർക്ക് സ്വാഭാവികമായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടാവും. അത് ഇപ്പോൾ അധികം അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ കാണാറില്ല, എന്നുള്ള അവസരവും ഉണ്ടാവാറില്ല, അറിയില്ല. അതിനൊരു കൂടുതൽ വേറെ അതിൻ്റെ അകത്തൊന്നുമില്ല, ആയിരിക്കൊന്നുമില്ല. പിന്നെ അതിൽ ഈ അസഹിഷ്ണുത എന്നുള്ള ഇഷ്യൂ ഒന്നും ഇവർക്കില്ല. ഇവർക്ക് അറിയാതെ നമ്മൾ കാർട്ടൂണിസ്റ്റിൻ്റെ പണി വിമർശിക്കലാന്നൊക്കെ ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ ഒന്നും പേരിൽ നമ്മളെ കൊച്ചാക്കൊന്നുമില്ല. നരസിംഹറാവു, PV നരസിംഹറാവു വളരെ നോർമലായിട്ട് സംസാരിക്കും ഇതിനെപ്പറ്റി, കാർട്ടൂൺസിനെ പറ്റി. ഏതാണ്ട് എല്ലാ കാർട്ടൂണിസ്റ്റുകളെയും എഴുത്തുകാരെയും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാർട്ടൂണിസ്റ്റ് ഇതൊരു ഇപ്പം കാണുന്ന ഒരു കാർട്ടൂണിസ്റ്റിനെ, ഇപ്പം നേരത്തെ ശ്യാം പറഞ്ഞ പോലെ കാർട്ടൂണിനെക്കുറിച്ച് പടം എടുക്കണോ, കാർട്ടൂണിസ്റ്റിനെ ഒരിടത്ത് ക്ഷണിക്കണോ എന്നൊക്കെ ഇപ്പം അടുത്ത കാലത്തൊരു റിലക്റ്റൻസ് ഉണ്ട്. കാരണം ദീസ് ആർ ട്രബിൾ മേക്കേഴ്സ്, ഇവിടെ വന്ന് എന്തെങ്കിലും എഴുന്നള്ളിച്ച് കുഴപ്പത്തിലാക്കും എന്നൊക്കെയുള്ള പേടിയുണ്ട് ജനത്തിന് ഇപ്പോൾ. അതുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ്. ഈ പറഞ്ഞ പഴയ ആൾക്കാർക്ക് അതൊന്നുമില്ല. ഉണ്ണികൃഷ്ണൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയിൽ ദൃശ്യം എന്നൊരു വാക്ക് വന്നു. അപ്പോൾ സ്വാഭാവികമായും താങ്കളുടെ ദേശം എലപ്പുള്ളിയാണ്. അപ്പോൾ എലപ്പുള്ളിയിൽ ഈ പാവക്കഥകളിക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ ദൃശ്യത്തിൽ ഈ പാവക്കഥകളിയുടെ ഒരു ദൃശ്യാംശവും അതിൻ്റെ ഒരു ചലനം, അതിൻ്റെ സംഗീതം, അങ്ങനെ ഒരു കാർട്ടൂൺ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഒരു പാവക്കഥകളിയുടെ ഒരു ദൃശ്യാംശം അബോധമായിട്ട് കുട്ടിക്കാലത്ത് കണ്ടതിൻ്റെ ഉള്ളിൽ ഉണ്ടോ? ഇല്ല. കാരണം ഞാൻ ചെറുപ്പകാലത്ത് ഞാൻ കഥകളി കണ്ടിട്ടുണ്ട്, പാവക്കഥകളി കണ്ടിട്ടില്ല. പാവക്കഥകളി സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം കണ്ടത് ഞാൻ ഈ സ്പൈസ് ആൻഡ് സോൾ എന്നുള്ള ബുക്ക് ചെയ്യുന്ന സമയത്ത്, ഈ തൊൽപ്പാവ കഥകളിയല്ലേ പറയുന്നത് അല്ലേ, അത് ചെയ്യുന്ന ആൾക്കാർ പപ്പറ്ററി, മറ്റേ ഈ ഷാഡോ പപ്പറ്ററി, അന്നാണ് ഖാൻ പപ്പറ്റ്സ്, അത് ഞാൻ കണ്ടു, ആ സമയത്ത് കണ്ടു. അപ്പോൾ അത് കാണുന്നത് ആ സമയത്താണ്. അതിൻ്റെ ഒരു ദൃശ്യമാണ് ഞാൻ വരച്ചത്, കവറായിട്ട് ഡിസൈനർ ഉപയോഗിച്ചത്. അതൊക്കെ പിന്നീട് സംഭവിക്കുന്നതാണ്. ഞാൻ ചെറുപ്പകാലത്ത് കഥകളി കണ്ടിട്ടുണ്ട്. കഥകളി എനിക്ക് ഇഷ്ടമായിരുന്നു. യഥാർത്ഥ കഥകളിയുടെ ഒരു കാർട്ടൂൺ വേർഷൻ പോലെ ഈ പാവക്കഥകളിയെ കാണാം, വേണം മനസ്സിലായി. സ്വാധീനം അത് ഇല്ല, അങ്ങനെ സമയം വെച്ച് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഇഫക്റ്റിന് വേണ്ടി പറയാം. ചോദിക്കാൻ മറന്നൊരു ചോദ്യമുണ്ട്. How difficult it was to get things out of famously reluctant Unny to talk about this? He was really not interested in this whole project. He was indifferent in the beginning, but when he committed to it, he really stood with us. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് വേണ്ടി ഡൽഹിയിൽ വന്നു താമസിച്ചു. ഞങ്ങൾ പറയുന്ന ഈ ചില സ്ഥലത്തൊക്കെ അഭിനയിക്കാനും കൂടി പറഞ്ഞതൊക്കെ കാണാവുന്നതാണ്. അത്രയും പോലും ബുദ്ധിമുട്ട് അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്തു. ഹി വാസ് സച്ച് എ സ്പോർട്ട്.
So in every sense, he was great. Thank you for joining us. It was a pleasure having you all here. Thank you.